ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്നത് പോലുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എഗ് ഫ്രൈഡ് റൈസ് ആണ്. ഒട്ടും കുഴഞ്ഞൊന്നും പോവാതെ നല്ല ടേസ്റ്റി ആയിട്ടും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ഒരു 2-3 പ്രാവശ്യം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളം വാർത്തതിന് ശേഷം അതിലേക്ക് ഒരു 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് 20 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. അതിനുശേഷം ഒരു വലിയ പാത്രത്തിലേക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്ത് നമ്മൾ റൈസിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതുപോലെ 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്ത് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ 20 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് വെള്ളം നന്നായി വാർത്തതിന് ശേഷം ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഒരു കയ്യിൽ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വെച്ചാൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ തീ വെച്ചിട്ട് നന്നായിട്ട് വീണ്ടും വെള്ളം നല്ലതുപോലെ തിളച്ച് വരണം. അങ്ങനെ വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി നമുക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കാം. അതിനുശേഷം 2 മിനിറ്റിന് ശേഷം നമുക്ക് തീ മീഡിയത്തിലോട്ട് മാറ്റിയിട്ട് ഒരു 5-6 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ റൈസ് 70-75% വേവായി വരും. അപ്പോൾ എനിക്കൊരു 6 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ റൈസ് ഒരു 70%ഒക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പാകമാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നതിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊരു അരിപ്പയിലേക്കോ അല്ലെങ്കിൽ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളമൊക്കെ നന്നായി വാർത്തെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് പരത്തിയിട്ട് കൊടുക്കാം. അപ്പോൾ ഒത്തിരി വേവായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് നമ്മുടെ റൈസ് കുക്കായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒരു 70-75% മാത്രം വേവാക്കി എടുത്താൽ മതി. ഇനി അത് നന്നായിട്ട് ഒരു പ്ലേറ്റിൽ ഇതുപോലെ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ 2 പ്ലേറ്റിലാക്കിയിട്ട് റൈസ് പരത്തി വെച്ചിട്ടുണ്ട്. ഇനി അത് ഫാനിൻ്റെ അടിയിൽ വെച്ച് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് 1 മണിക്കൂറോളം നമുക്ക് തണുപ്പിച്ചെടുക്കാം. അങ്ങനെ 1 മണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് 3 മുട്ട ചേർത്ത് കൊടുക്കാം. 3-4 മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 3 മുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ്ഗ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡിയായി വരും. അപ്പോൾ നന്നായിരുന്നു നമ്മൾ സാധാരണ എഗ്ഗ് കുത്തിപ്പൊരിക്കുന്ന ആ ഒരു രീതി തന്നെ അത് നന്നായിട്ടൊന്ന് റെഡിയാക്കി എടുക്കുക. അപ്പോൾ നമ്മുടെ എഗ്ഗ് ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലാക്കി മാറ്റി വയ്ക്കാം. അതിനുശേഷം ഈ സെയിം പാനിലേക്ക് തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളുത്തുള്ളി ചെറുതായി നുറുക്കിയത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തിട്ടുള്ളത്, പിന്നെ സ്പ്രിംഗ് ഒണിയൻ്റെ വൈറ്റ് ഭാഗം ചെറുതായി നുറുക്കിയത്, ഒരു മീഡിയം വലുപ്പത്തിലുള്ള ക്യാപ്സിക്കം ചെറുതായി നുറുക്കിയത്, ഒരു 3 മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് ചെറുതായി നുറുക്കിയത്, ഇത്രയും ചേർത്ത് കൊടുത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരും. ക്യാരറ്റ് ആയാലും ക്യാപ്സിക്കം ആയാലും ഒക്കെ പെട്ടെന്ന് തന്നെ കുക്കായി വരുന്നതാണ്. അതുകൊണ്ട് ഒത്തിരി നേരം നമുക്ക് അടച്ചു വെച്ചൊന്നും കുക്ക് ചെയ്യാൻ പാടില്ല. ജസ്റ്റ് പാത്രം ഓപ്പൺ ചെയ്തിട്ട് തന്നെ ഒരു 2-3 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഹാഫ് ബോയിൽഡ് ആയതിനു ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ട മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് 3 ടീസ്പൂൺ സോയാ സോസാണ്. 3 ടീസ്പൂൺ സോയാ സോസും അതുപോലെ 2 ടീസ്പൂൺ റെഡ് ചില്ലി സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നമ്മുടെ ആ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. ഇത് ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് എല്ലാം ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് തീ ഹൈ ഫ്ലെയിമിൽ വെക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ച് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസും എഗ്ഗൊക്കെ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ തണുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന റൈസ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഏകദേശം 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ നമ്മുടെ റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ തലേദിവസം നമ്മൾ റൈസ് റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് പിറ്റേ ദിവസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഒരു ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ നമ്മളിങ്ങനെ ചൂടാറാനായിട്ട് വെക്കുന്നത് അത്
ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, റൈസ് ഒന്നും ഒട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ട് റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന അതേ ഒരു സ്റ്റൈലിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ റൈസ് ചേർത്തതിന് ശേഷം റൈസും വെജിറ്റബിൾസും എഗ്ഗൊക്കെ ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. കയ്യിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ കയ്യിൽ വെച്ച് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ റൈസൊക്കെ പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതുപോലെ മിക്സ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ വെച്ച് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. പിന്നീട് ടേസ്റ്റ് നോക്കി ഉപ്പോ അതുപോലെ കുരുമുളക് പൊടിയുടെയോ കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറേശ്ശെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വേണം തീ വെക്കാനായിട്ട്. അങ്ങനെ നല്ലതുപോലെ റൈസൊക്കെ നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് റെഡിയായി. നമ്മൾ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുമ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്. അടച്ചു വെച്ച് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൈസ് ഭയങ്കരമായിട്ട് സോഫ്റ്റ് ആയിട്ടും ഒട്ടിപ്പോവാനും ചാൻസ് കൂടുതലാണ് കേട്ടോ. ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റും പെർഫെക്റ്റ് ആയിട്ടുള്ള ആ ഒരു ലുക്കൊന്നും കിട്ടില്ല. അപ്പോൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യരുത്. ഇതുപോലെ തുറന്ന് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ റൈസ് എടുക്കുമ്പോൾ ചെറിയ അരി എടുക്കുന്നതിനേക്കാൾ കൂടുതൽ ടേസ്റ്റും ആ ഒരു കാണാനും ഭംഗി വലിയ അരി എടുക്കുമ്പോഴാണ് കേട്ടോ. വലിയ ബസ്മതി റൈസ് എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. ഇനി ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാം. ചൂടോടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.